ഒരാളുടെ ജീവിതത്തിലുണ്ടാവട്ടെ നിർണ്ണയിക്കുന്നത് സാധിക്കുന്നതാണ്. ഓരോ വിളക്കിൽ നിന്ന് മെച്ചം കൊടുക്കുന്ന പോലെ വേണം ദേവതകൾ ഇരട്ടിക്കുന്നത്. ആറ്റിനെ വീഴച്ചു അതിനെ വിടരുത്. അതിന് മനസ്സിനെ സ്വീകരിക്കാൻ ഓരോ ആളും തന്നെത്താൻ പരിശീലിക്കണം. മനുഷ്യജീവിതത്തിന്റെ എന്റെ പേര് സാൻവി. ബുദ്ധിക്ക് ഊർജം നഷ്ടമാകില്ല. ശരിയായി ഉപയോഗിച്ചാൽ അതിന് ഊർജയേറും. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നടക്കൂ, ഒരുമിച്ച് സംസാരിക്കൂ. നമ്മുടെ മനസ്സുകൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും എന്നെ അധികം അറിയുന്നവരുണ്ടാവില്ല. പക്ഷെ ഞാനൊരു 20 വർഷങ്ങളായിട്ട് ദിവസവും കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ അപാരമായ ഒരു മാറ്റം വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇന്ന് ഏറ്റവും വലിയൊരു ദിവസം ഏകനാഥ്ജി റാനഡയുടെ ജന്മദിനം. അദ്ദേഹത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഒരുപാട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റി. അമ്മ പറഞ്ഞു തന്ന് എഴുതിയെടുത്ത് അത് മുഴുവൻ ടൈപ്പ് ചെയ്ത് ആ വായിക്കുമ്പോൾ ഉണ്ടാവണ ഒരു നിർവൃത്തിയുണ്ട്. അതിങ്ങനെ പറയുമ്പോഴൊന്നും അത് മനസ്സിലാവില്ല. പഞ്ചസാരയുടെ മധുരം പോലെ അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാവണൊരു എന്താ പറയാ അറിയില്ല, അത്രയും സുഖമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടത്, ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. പിന്നെ വിവേകാനന്ദ കേന്ദ്രം സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പെരുമാറുന്നത്, ഒരു ഡയറി എഴുതുന്നതിനെ പറ്റി എനിക്കത് വായിച്ചാൽ മതിയാവില്ല. ഒരു ഡയറി ഓരോ ദിവസത്തെയും എല്ലാ കാര്യങ്ങളുമായിട്ട് ഒരു ഡയറി എഴുതുന്ന കാര്യം അതിൽ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു മറവിയോ ബുദ്ധിക്കോ ഒരു മാന്യോ വരില്ല. അത്രയും സ്പഷ്ടമായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ഒരു ഭഗവാൻ പറയും, ഭഗവാൻ എപ്പോഴും ഭക്തനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു പറയും. നമുക്കറിയാം, ഈ ഫോട്ടോ നോക്കിയാൽ മതി. ആ വിവേകാനന്ദ സ്വാമിയുടെ ഭക്തനായിട്ട് വന്ന ആ ഏകനാഥ്ജിയെ പൊക്കി വെച്ചേക്കാണ്. സ്വാമിജി താഴ്ത്താം, അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ മഹത്വം. ശരിക്കും ഭക്തനെ ഉയർത്തുന്ന ഒരു കാര്യം ഭഗവാൻ ചെയ്യുന്നു പറയും. അതിന് ഒരു ഉദാഹരണമാണത്. അതേപോലെ എനിക്ക് ഏറ്റവും എന്താ പറയാ, എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ ഇവിടം കൊണ്ടാണ് ഞാൻ ഉയർന്നു വന്നത്. അത് എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയതും എല്ലാം ഈ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ ഏകനാഥ്ജിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഒരു സ്മരണാഞ്ജലി എന്ന് പറഞ്ഞിട്ട് അമ്മ എഴുതിയ ഒരു ഇതുണ്ട്. അതിലത്തെ ഓരോ വരികളും നമ്മളെ ഇങ്ങനെ കുളിരണിയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ സ്മരണാഞ്ജലിയിലൊക്കെ ആ കേന്ദ്രം ശിലാസ്മാരകം 6 വർഷം കൊണ്ട് അദ്ദേഹം പണിതുയർത്തിയ കാര്യങ്ങളൊക്കെ എഴുതിയതൊക്കെ വായിച്ചാൽ, ആ പുസ്തകമൊക്കെ ഉണ്ട്, നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാവും. അത്രയും മധുരമാണ് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും. അതേപോലെ എന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ് അവരൊക്കെ. വിവേകാനന്ദ സ്വാമിജി, ഏകനാഥ്ജി റാനഡെ, ശ്രീരാമകൃഷ്ണ പരമഹംസദേവര്, അവരൊക്കെ എത്ര പോയാലും എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന മഹത് വ്യക്തികളാണ്. നമുക്ക് അവരെയൊന്നും മറക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഓരോ നിമിഷങ്ങളിലൂടെ സ്മരിക്കാൻ പറ്റി. ഈ കുട്ടികളൊക്കെ എത്ര ഭാഗ്യം ചെയ്തു എന്ന് ആലോചിക്കാം. എനിക്കൊക്കെ 50 വയസ്സ് കഴിഞ്ഞ് ഞാൻ ഇവരൊക്കെ ഒന്ന് അറിയാൻ. ഈ കുട്ടികൾ ഇപ്പോഴേ ഇവരൊക്കെ കേട്ടിട്ട് അവരുടെ മനസ്സിൽ
ഇവരുടെയൊക്കെ ആ ജീവിത താളങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. അതെന്നും അവർക്ക് സ്മരിക്കാൻ പറ്റും. അവർ വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ വന്നു ചേർന്നതും ഇവിടുത്തെ അന്തരീക്ഷത്തിൽ വളരുന്നതും. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് അറിയില്ല പറയാൻ.